ഇനി ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് 1/2 കിലോ ഐസ്ക്രീം വാങ്ങുന്ന കാശ് കൊണ്ട് നമുക്ക് വീട്ടിൽ 1.5 കിലോ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ഹൈ ക്വാളിറ്റി ഐസ്ക്രീം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഷുഗറുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഇപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പ് ടോപ്പിംഗ് ഗോൾഡ് എന്നുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇത് 500 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പകുതിയെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. 140 രൂപയാണ് കേട്ടോ അതിൻ്റെ വില. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങയുടെ പൾപ്പൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിപ്പിംഗ് ക്രീം തന്നെ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്നില്ല. നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തൊന്ന് വിപ്പ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാംഗോ പൾപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു വലിയ മാങ്ങയുടെ പൾപ്പാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറും മധുരമുള്ളൊക്കെ മാങ്ങ ചേർത്തിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഐസ്ക്രീമിന്. അപ്പോൾ നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുക്കുക. മാങ്ങ ചേർത്തിട്ട് ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് കളർ വേണം അല്ലെങ്കിൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാംഗോ എസൻസ് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ചേർക്കാം. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ചേർത്താലും മതി. പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ മാംഗോ ഫ്ലേവർ അതായത് മാംഗോ എസൻസ് ചേർത്തത്. അപ്പോൾ ഒരു 5-6 ഡ്രോപ്സ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഗ്ലാസ് ബൗളൊന്നും വേണമെന്നില്ല, നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ സിൽവർ ഫോയിൽ പേപ്പർ കൊണ്ടോ കവർ ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ മൂടി വെച്ചടക്കാൻ. ഇനി നമ്മളിത് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. ഓവർനൈറ്റ് വെക്കണം, എന്നാലാണ് ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുക. ഞാനിപ്പോൾ ഏകദേശം 2 ദിവസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം മോർണിംഗിലാണ് ഞാനിത് എടുക്കുന്നത്. അതുകൊണ്ട് നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഓവർനൈറ്റ് വെച്ചിട്ട് ആർക്കെങ്കിലും ഐസ്ക്രീം സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ദിവസം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഹൈ ക്വാളിറ്റി ഐസ്ക്രീം വാങ്ങില്ലേ, അതുപോലെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ വീട്ടിൽ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കിയ പിന്നെ നമ്മൾ കടയിൽ നിന്നൊന്നും ഐസ്ക്രീം വാങ്ങില്ല. കാരണം നമുക്ക് നഷ്ടമായിട്ട് തോന്നും. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അല്ലാതെ ഗോതമ്പ് പൊടി അരിപ്പൊടിയും വെച്ചിട്ടുണ്ടാക്കുന്ന ഐസ്ക്രീമൊന്നും ഒറിജിനൽ ഐസ്ക്രീം അല്ല. അത് വെറുതെ ഐസ്ക്രീം എന്ന് പറഞ്ഞ് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.